അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്രൊപ്പോർഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് 3:4 ഈസ് പ്രൊപ്പോർഷണൽ ടു x:9. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് പറയണത്. എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്? പ്രൊപ്പോർഷണാലിറ്റിയിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വില എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? യഥാർത്ഥത്തിൽ പ്രൊപ്പോർഷണാലിറ്റി പറയുന്ന രണ്ടിൻ്റെയും ബേസിക് ലോവസ്റ്റ് ടേം എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സെയിം ആയിരിക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ x/9 ഈക്വൽ ആവും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താവണം? കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഈ 9 എങ്ങോട്ട് കൊണ്ടുപോവുക? അപ്പോൾ എന്തായി? 9 × 3/4 ചെയ്ത വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയണത് വരിക? എക്സ് എന്ന് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാവുന്ന കാര്യം ഈ 3 എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊപ്പോർഷണലാണ്, 4 എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൊപ്പോർഷണലാണ്, എക്സ് എന്ന് പറയുന്നത് തേർഡ് പ്രൊപ്പോർഷണലാണ്, 9 എന്ന് പറയുന്നത് ഫോർത്ത് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം, ഫൈൻഡ് ദ ഫസ്റ്റ് സെക്കൻഡ്, ഇഫ് ദ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൊപ്പോർഷണൽ ആർ ഗിവൺ, ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷണൽ. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി അവിടെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇനി കുറച്ച് റിലേഷനുകളാണ്. വാട്ട് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് ദീസ്, അല്ലെങ്കിൽ ഈ റേഷ്യോസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അവിടെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പറയുന്നത് നോക്കാം. ഇഫ് ദ ഗിവൺ റേഷ്യൂസ് A:B എന്ന് പറയുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. A:B എന്ന് പറയുന്നതിനെ നമുക്ക് A/B എന്ന് വിളിക്കാം. C:D എന്ന് പറയുന്നതിനെ നമുക്ക് C/D എന്ന് വിളിക്കാം. ഇതിലിവിടെ പറയുന്നുണ്ട് ഈ A:B ഈസ് ഗ്രേറ്റർ ദാൻ C:D എന്നാണ് പറഞ്ഞത്. ഈ A:B എന്ന് പറയുന്നതാണ് അവിടെ വലുത് എന്നാണ് പറയണത്. A:B വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/B ഗ്രേറ്റർ ദാൻ C/D നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ A:D ഈസ് ഗ്രേറ്റർ ദാൻ B:C എന്ന് പറയാൻ സാധിക്കും. A:D എന്ന് പറയുന്നത് B:C-നെക്കാട്ടിലും വലുതായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് നമുക്കൊരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് അറിയാവുന്ന രണ്ടാൾക്കാരാണ്, 1/2 1/4. ആരാ വലുത് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 ആണല്ലോ വലുത്. അരിയും കാലും അല്ലേ? ഒന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നോക്കൂ. 1 × 4 4 ഗ്രേറ്റർ ദാൻ 1 × 2 2. മനസ്സിലായോ? ഇനി ഇതേ കേസ് നമുക്ക് രണ്ടാമത്തേലേക്ക് എത്തുമ്പോൾ ഇവിടെ പറയണത് എന്താ? A:B എന്ന് പറയുന്നത് ലെസ് ദാൻ C:D ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇൻഇക്വാളിറ്റി അവിടെ മാറി. ഇൻഇക്വാളിറ്റി എന്താ അവിടെ പറയണത്? തല തിരിഞ്ഞു. AB ഈസ് ലെസ് ദാൻ C/D എന്നാണ് എന്നുണ്ടെങ്കിൽ അതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ A:D ഈസ് ഗ്രേറ്റർ ദാൻ B:C എന്നാണ് പറഞ്ഞത്. A:D ഗ്രേറ്റർ ദാൻ A:D ലെസ് ദാൻ B:C. BC ആണ് അവിടെ എന്ത് വലുതായിട്ട് ഉള്ളത്. അതും ഇതേപോലെ നമുക്ക് കണക്കിന് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ 1/2 1/4 പകരം നമുക്ക് വേറെ 2 എക്സാമ്പിൾ എടുത്ത് നോക്കി നോക്കാം. ഇപ്പം നമുക്ക് 3/4 1/4. ആരാ വലുത്? നമുക്കറിയാലോ 3/4 വലുത് എന്ന് അറിയാലോ. നമുക്ക് 3/4 വലുത് എന്ന് അറിയില്ല. അപ്പം അങ്ങനെ നോക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ 3 × 4 ഇവിടെയാണെങ്കിലോ 1 × 4 എന്ന് വരും. 3 × 4 എത്രയാ? 12, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 × 4. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3/4 ആണ് വലുത് എന്ന് പറയാം. ഇനി രണ്ട് റേഷ്യോ ഈക്വൽ ആവുന്നു എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ അതിനും വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് 1/2 എന്ന് പറയണത് 2/4 ഈക്വലാണ് നമുക്കറിയാം അല്ലേ? ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കി നോക്കും. 1 × 4 4, 2 × 2 4. ഇത് രണ്ടും എന്തായി? ഈക്വൽ ആയില്ലേ? അപ്പോൾ ഈ 1/2 എന്ന് പറയുന്ന ആളും 2/4 എന്ന് പറയുന്ന ആളും എന്താണ്? ഈക്വൽ ആണ് എന്ന് പറയാം. ഈക്വൽ റേഷ്യോസ് ആണ് എന്ന് പറയാം. ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട് വിച്ച് ഇസ് ഗ്രേറ്റർ 5/8 ഓർ 9/14 എന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 5 × 14 ചെയ്യുക, 8 × 9 ചെയ്യുക. ആരാ വലുത് വെച്ചാൽ അയാളായിരിക്കും വലുത് അല്ലേ? അതേപോലെ തന്നെ അടുത്ത ചോദ്യം അവിടെ പറയുന്നുണ്ട്, If two ratios are given for comparison, convert each ratio in a way that both ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള കണക്കിന് ഫ്രാക്ഷൻ ആയിട്ട് അതിനെ മാറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് എളുപ്പം ഉണ്ടാവുക. നമ്മൾ അങ്ങനെയാണ് പ്രോബ്ലംസിലൊക്കെ ചെയ്തിട്ടും ഉള്ളത്.
ഇനി ഇവിടെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ അറ്റാച്ച് ചെയ്ത് ഫുള്ള് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഞാൻ തരാം. നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. സംശയമുള്ളത് ചോദിച്ചാൽ മതി. അതാണ്ടോ ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷണൽ ടു 4, 16 and 17 എന്ന് ചോദിച്ചിട്ടുണ്ട്. 4, 16 and 17 ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ട 1-2 കാര്യങ്ങളിൽ ഒന്ന് എന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പറയുന്നത് പോലെ നമുക്ക് വരണം. ഈ P/Q എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ 1:2 ആണ് എന്ന് ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. ആൻഡ് Q/R എന്ന് പറയുന്നത് ഞാൻ പറയുകയാണ് 2:3 ആണ് എന്ന് വിചാരിക്കുക. 2:3 ആണ് എന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. P/Q/R എന്തായിരിക്കും എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ P/Q എന്ന് പറയണത് ഇവിടെ P/Q എന്താ 1:2 ആണ് അല്ലേ. Q/R തന്നിട്ടുണ്ട്, അത് എത്രയാണ് 2:3 ആണ് അല്ലേ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് P/Q/R എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം 1:2:3 ആണ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അത് സെയിം ആയതുകൊണ്ടാണ്, ആ ക്യൂവിൻ്റെ വിലകൾ രണ്ടും സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, പറയാൻ പറ്റിയത്. ഇനി സെയിം അല്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സെയിം അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് മൈ P/Q ആർ ഇൻ ദ റേഷ്യോ P/Q എന്ന് പറയുന്നതിനെ ഞാൻ 1:2 എന്നെഴുതി, Q/R എന്ന് പറയുന്നതിനെ ഞാൻ 3:4 എന്ന് എഴുതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ 1:2 എന്ന് പറയുന്നതിനെ നമ്മൾ 1/2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 3:4നെ നമുക്ക് 3/4 നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം Q എന്ന് പറയുന്നതിൻ്റെ വിലകൾ ഇവിടെ 1, 2 ഇവിടെ 1, 3 ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ഈക്വൽ ആക്കണമെങ്കിൽ ഇവിടെ 2, 3 ആയതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 ആയതുകൊണ്ട് ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3 കൊണ്ടും. ഇവിടെ ഇവിടെ ന്യൂമറേറ്ററിൽ 3 ആയതുകൊണ്ട് ക്യൂവിൻ്റെ പൊസിഷൻ ന്യൂമറേറ്ററിലാണ് അല്ലേ, ഇവിടെ 3 ആയതുകൊണ്ട് ഇതിനെ എന്തുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്താ ചെയ്യുക 3 × 1 3, 3 × 2 6, ഇവിടെ 3 × 2 6, 4 × 2 8 എന്ന് വരും. എന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ടുള്ള ട്രാൻസിഷൻ എങ്ങനെയാണ്, ഈ റേഷ്യോ എങ്ങനെയായിട്ട് മാറിയപ്പോൾ ഈ 3:6 എന്ന് പറഞ്ഞാൽ അത് 3/6 എന്ന് പറയുന്നത് 3:6, 6/8 എന്ന് പറയുന്നത് 6:8. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എഴുതിയുണ്ടാക്കി കൂടെ. ഇപ്പോൾ ഇത് സെയിം ആയില്ലേ. അപ്പോൾ P/Q/R എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം 3:6:8 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ P/R എന്തായിരിക്കും? ആദ്യത്തെ ആളിന് അവസാനത്തെ ആളിന് മാത്രം എഴുതിയാൽ മതി. അതെന്താ 3:8 എന്ന് പറയുന്നതാണ് അവിടെ ആവശ്യമുള്ളത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. അത് ഇത് മാത്രമാണെന്നൊന്നുമില്ല, ചിലപ്പോൾ 4 എണ്ണുള്ളതായിരിക്കാം, ചിലപ്പോൾ 5 എണ്ണുള്ളതായിരിക്കാം. അത് ഇതേ കേസാണ്. സെയിം ആയിട്ടുള്ള വാല്യൂസ് ഒരേ വിലകളാക്കാനായിട്ട് ശ്രമിക്കണം മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താവും, തെറ്റി പോകുന്നുള്ളതാണ്. ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. തേർഡ് പ്രൊപ്പോർഷണലിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. A/B 2:3, C/D 5:7 ആണെങ്കിൽ C/D A/D എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോസിൻ്റെ ക്വസ്റ്റ്യനും ഓരോന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് അയച്ചിടുക. താങ്ക് യു.